ഹായ് ഹലോ വെൽക്കം ടു ഫെയിം സ്റ്റെപ്പ് എൻ്റർടൈൻമെൻറ്റ്. ഫെയിം സ്റ്റെപ്പ് എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ അജീന. അപ്പം എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആരാന്നറിയണ്ടേ? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ലവ് വല്ലതും ഉണ്ടോ? ഞാൻ ചെയ്ത എല്ലാ പടവും ഹിറ്റ് പടങ്ങളും. சார் வணக்கம் சார். வினு சார், என் பேர் உன்னிக்கண்ணன், வீடு வந்து கேரளா சார். எனக்கு தமிழ் மூவி நடிக்க ரொம்ப பிடிக்கும் சார். ഉസ്പേത്തനവർക്ക് ഉമ്മണ്ണും കടുപ്പേത്തനൊരു കമ്മണ്ണും വരുന്ന വാഴക്ക് ജമ്മെന്ന് പോവാം. റെയിൽവേ സ്റ്റേഷനിൽ അതല്ല, അതെങ്ങനെയാണ് പറയാം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന നനച്ച് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഈ നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ 5 പേരിലുണ്ടെങ്കിൽ ഇപ്പോൾ 5 പേരിലും ഒരേപോലെ ആയിരിക്കില്ല. ഹായ് ഹലോ വെൽക്കം ടു ഫെയിം സ്റ്റെപ്പ് എൻ്റർടൈൻമെൻറ്റ്. ഫെയിം സ്റ്റെപ്പ് എൻ്റർടൈൻമെൻറ്റിൽ ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ അജീന. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആരാന്നറിയണ്ടേ? ഒരു വിജയ് ഫാനാണ്. വെറും ഫാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു കട്ട ഫാനാണ്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഉണ്ണിക്കണ്ണൻ. ഹായ്. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് ഉണ്ണിക്കണ്ണൻ? നല്ല വിശേഷം, സുഖമായിട്ട് പോകണം. ഓക്കെ. ഇപ്പൊ റീസെന്റ് ഓണം പുലിക്കളി എങ്ങനെയുണ്ടായിരുന്നു? പുലിക്കളി ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ആകെ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇരിക്കും. പ്രസാദേട്ടനും 3-4 ചേട്ടന്മാർ വന്ന് പുലിക്കളി ഉണ്ട് പറഞ്ഞു. അത് പോയത് ഭയങ്കര ഒരു സന്തോഷമായി. അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എത്ര സമയം വരെ ഉണ്ടായിരുന്നു പുലിക്കളി? അത് രാവിലെ തുടങ്ങി രാത്രി ഒരു 10-11 മണി വരെ ഉണ്ടായി. അതൊരു 8-9 മണി നമ്മൾ കഴിഞ്ഞു. എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. ഓക്കെ. ഇപ്പോൾ ഒരു പരിപാടിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു ഇനാഗ്രേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന വിടുന്ന, അല്ലെങ്കിൽ ആ പരിപാടി ഇല്ല, പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പറ്റിക്കപ്പെടുന്നല്ല, കുറേ ആൾക്കാർ ഇപ്പോൾ വിളിച്ചിട്ട് അവിടെ എന്താണ് ഓരോ പരിപാടിയുണ്ട്, സിനിമയുണ്ട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വെറുതെ ആൾക്കാർ വിളിച്ച് പറ്റിക്കാറുണ്ട്. അല്ലാണ്ട് അവിടെ പോയിട്ടൊന്നും പറ്റിച്ചിട്ടില്ല. ഫോണിൽ വിളിച്ചിട്ട് അങ്ങനെയാണ്. ശരി, അവരോട് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അത് അവർക്കൊരു രസം. ഒരാളിനെ വേദനിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ തല്ലാൻ വരികയാണെങ്കിൽ, ഒരാൾ ചീത്ത പറയണമെങ്കിൽ നമ്മൾ 2 കൈ കൊണ്ട് അടിക്കുമ്പോഴല്ലേ ഒരുപാട് സൗണ്ട്. അവരെന്ത് പറഞ്ഞാലും സൈലൻ്റ് ആയിട്ട് നമുക്ക് പോവുക. അതാണ് എൻ്റെ രീതി. അവർ ഇപ്പോൾ ഒരാൾ ചീത്ത പറഞ്ഞാലും നമ്മൾ അവരുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ ഇത് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സൈലൻ്റ് ആയി പോകും. അപ്പോൾ ദൈവം അവർക്ക് എന്താണ് പറഞ്ഞാൽ നമ്മൾ ആരിനും ഒരു പ്രതികാരം ചെയ്യാനോ അവരിന് വേദനിപ്പിക്കാനോ പോകണ്ട. ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എത്ര ഏജ് ആയി? എനിക്ക് 33. മാരേജ് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടോ? ഇല്ല, നോക്കുന്നുണ്ട്. ലവ് വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മളിലേക്ക് ആരും നോക്കാനാ. അതെന്താ നോക്കുന്നതിന് കുഴപ്പം? വീട് നോക്കുന്നുണ്ട്, അത്യാവശ്യം പറഞ്ഞ ഈ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. കൂലിപ്പണിയൊക്കെ ആണെങ്കിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ലല്ലോ ഇപ്പൊ. ഇല്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? അതല്ല, നമ്മളിപ്പോ ഓരോ ഇതില്ലേ, ആരും നോക്കണം അങ്ങനെ ഒരു അങ്ങനെ നോക്കുന്നില്ല. നമ്മൾ നോക്കണമെന്നല്ല കേട്ടോ, അങ്ങനെ ഇതൊന്നുമില്ല. ഭാര്യയെ പറ്റിയുള്ള സങ്കല്പം എന്താ? എനിക്ക് ഭാര്യനെ കുറച്ച് സങ്കല്പം പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനാണ്. അവരിനെ പൊന്നുപോലെ നന്നായി നോക്കണം. പിന്നെ വീട്ടിൽ ആര് വരികയാണെങ്കിൽ മോൻ കുറപ്പിക്കാതെ എല്ലാവരും നോക്കി നല്ല സന്തോഷമായിട്ട് വീട്ടിൽ വന്നിരിക്കണം, ഹാപ്പി ആയിട്ട്. പിന്നെ സ്ത്രീധനമൊന്നും വേണ്ട. സ്ത്രീധനം വേണ്ട. അതൊക്കെയാണ്. ഉണ്ണിക്കണ്ണന്റെ വരുമാന മാർഗം എന്താ? ഞാൻ കൂലിപ്പണിക്ക് പോകും, പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകും. എത്ര സിനിമ ചെയ്തു? 10-17 പടം ചെയ്തിട്ട്. ഈ സിനിമ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റോള് ചെയ്തിട്ട് അവസാനം അത് വരാണ്ടിരിക്കുന്ന, ഒരു ഫ്ലോപ്പായി പോകുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചെയ്ത എല്ലാ പടവും ഹിറ്റ് പടങ്ങളാണ്. അതിലൊക്കെ ഭാഗമാകാൻ പറ്റിയതൊക്കെ നേരിട്ട് വിളിച്ചിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കളിയാക്കൽസ് കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് എന്താ സത്യം പറയാം, ഉണ്ണിക്കണ്ണൻ എന്താന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ്. അവരോട് എന്താ പറയാനല്ലേ? അവരിനെ കൊണ്ട് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. ഞാൻ എല്ലാ പണിക്കും പോകണം. ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട, എല്ലാവർക്കും മനസ്സിലായി ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത് വൈറലാകാൻ വേണ്ടിയിട്ടല്ല, ഇവൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. എല്ലാ സ്ഥലത്തും പോകുമ്പോൾ സെൽഫി എടുക്കാനൊക്കെ ആളുകൾ വരാറുണ്ടോ? സെൽഫി എടുക്കാൻ വരണ്ടെന്ന് ചോദിച്ചാൽ അത് 1-2 അല്ല. അത് എത്ര നമ്മൾ പറയാൻ വാക്കുകളില്ല, അതിൻ്റെ അപ്പുറമാണ്. ഓക്കെ. നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് അവരിനെ കൊണ്ടൊന്നും പറയാനില്ല. അവർക്ക് എന്താന്ന് ഉണ്ണിക്കണ്ണനെ അറിയില്ല, അതുകൊണ്ടാണ്. പേഴ്സണലി നല്ലോണം ഹേർട്ട് ആവുന്നുണ്ട്. അതുണ്ട്. കരഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞു കുറേ. ഇപ്പോഴും കൂടെ ഞാൻ മീഡിയയിൽ വരുമ്പോഴും ഓരോത് വരുമ്പോഴും സങ്കടം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഇതൊക്കെ ആ സന്തോഷം കൊണ്ടിപ്പോൾ കരയാറുണ്ട്. അല്ല, അതിൻ്റെ മുന്നേ കുറേ സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ മുന്നേ നടന്നപ്പോഴും
ഓരോ ഇതിലും കരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ സന്തോഷം കൊണ്ടുള്ള ആനന്ദ കണ്ണീരാണ്. ആനന്ദ കണ്ണീരാണ്. അഭിനയം എങ്ങനെ പോകുന്നു? അഭിനയം കുഴപ്പമില്ലാണ്ട് പോകണം. ഓക്കെ. റീസെന്റ് ചെയ്ത മൂവി ഏതാ? ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് പെരുമാനി. ഇനി ഏതാ വരാനുള്ളത്? ഇനിയിപ്പോ വരാനൊന്നുമില്ല, ഇനിയിപ്പോ പുതിയതായിട്ട് വേണം. തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയത് വിജയിനോടാണ്. അപ്പൊ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ നമ്മുടെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തിമാര്, ചേട്ടന്മാര് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവരിനെ കൊണ്ട് ഇഷ്ടമാണ്. അതേപോലെ ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. മലയാളം, തമിഴ് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ള ഭാഷകളിലും എനിക്ക് ഒരു വേർതിരിവില്ല. എനിക്ക് എല്ലാ ഭാഷയിലും അഭിനയിക്കണം. വിജയൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് മാത്രം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പൊ എടുത്തു പറയത്തക്ക വിധം വിജയേ ഉള്ളൂ തലപ്പതി. എല്ലാവരും ഇഷ്ടമാണ്. തമിഴാണ് എല്ലാവരും, മലയാളത്താണ് മറ്റോ, എനിക്ക് ഒന്നും വേർതിരിവില്ല. എല്ലാവരും ഇഷ്ടമാണ്. വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? എനിക്ക് എല്ലാ മൂവിയും ഇഷ്ടമാണ്. എടുത്തു പറയത്തക്ക വിധം ഒന്നും ഇല്ല. ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ എന്താ പറയുക, എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ അച്ഛനും അമ്മനെയും ചേട്ടന്മാരുടെ അനിയന്മാരുടെ അനിയത്തിമാരാണെങ്കിൽ ചേച്ചി എല്ലാം അതേപോലെ തന്നെയാണ്. എല്ലാം ഇഷ്ടമാണ്, എല്ലാ മൂവി ഇഷ്ടമാണ്. ശരി. ഇപ്പൊ വിജയുടെ എല്ലാ മൂവീസും ഒരുപോലെയാണ് അല്ലെങ്കിൽ ഒരു കോപ്പി പ്രിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്? ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംസാര വിഷയമുണ്ട്. വിജയുടെ എല്ലാ ഒരു മൂവി കണ്ടാൽ മതി എല്ലാം ഒരുപോലെയാണെന്ന്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് ഓരോരോ ആൾക്കാരുടെ ഒരു ഇതാണ്. എൻ്റെ അഭിപ്രായം എല്ലാം വ്യത്യാസമായ ഒരു ഇതാണ്, വ്യത്യാസമായ മേക്കിംഗ് ആണ്. ഒരു വേറെ വെറൈറ്റി ഡയറക്ടർ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എല്ലാ പടവും മൊത്തം കാണുന്നവർക്കും ഭയങ്കര ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഓരോരോ ആൾക്കും ഓരോരോ ഇതാണ്. ഇപ്പോൾ ഒരു സാമ്പാർ വെക്കണം, ഞാൻ ഇപ്പോൾ ജലദോഷം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, അപ്പോൾ ഓരോ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ പലവർക്കും പല അഭിപ്രായം ഉണ്ടാവും. പിന്നെ ഒരു പരിധി വരെ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ ഈ കാണിക്കുന്നത്? ഒരു പ്രഹസനമായിട്ട് പറയുന്നില്ലേ ആളുകൾ? അങ്ങനെ കുറച്ച് പേര് പറയുന്നുണ്ട്. പറയുമ്പോ ഈ ജീവിതം ഒന്നല്ലോ, ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ എപ്പം മരിച്ചു പോകും എന്താന്ന് അറിയില്ല. കുറച്ച് വൈറലാവാൻ വേണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വലിയ വലിയ പടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്യണം. അപ്പൊ നമുക്ക് വൈറലാകേണ്ട കാര്യമില്ല. അതിൽ എത്രയോ പേര് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഇത് സിനിമയിൽ അഭിനയിക്കാനുള്ളത് എന്താ കൊതിയും എന്താ പറയുക ഒരു ഇഷ്ടവും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ വലിയ പടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്യണം. അത് എല്ലാ ഒരുവിധമുള്ള നടന്മാരൊക്കെ ആയിട്ട് നമ്മൾ വിളിക്കാറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു അടുപ്പമുണ്ട്. അപ്പം നമുക്കിങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് വേണ്ടല്ലോ. അപ്പൊ നടന്മാരൊക്കെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നടൻ വിജയനെ കാണിച്ചു തരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് ഇപ്പൊ ഒരാളിനും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അല്ല, നമ്മൾ കഷ്ടപ്പെട്ട് വേണം. എല്ലാവർക്കും ഒരു പരിമിതികളുണ്ട്. നമ്മൾ ആരിനെയും ശല്യം ചെയ്യാൻ പാടില്ല. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും കണ്ടേ തീരൂ. അത് ശരിയാണ്. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ ഞാൻ എവിടെയും പോകുമ്പോൾ വീട്ടിൽ നിന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോയിട്ട് അവിടെ എവിടെ എന്തിനു പോകണമെങ്കിലും അവിടെ 10 മണിക്ക് എത്താൻ പറഞ്ഞ് 8 മണിക്ക് എത്താം. ഇന്നിപ്പോൾ ഞാൻ വണ്ടി ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അത് എൻ്റെ പേരിൽ സോറി. എൻ്റെ പേരിൽ എത്ര പറഞ്ഞാലും അത് എൻ്റെ പേരിൽ തെറ്റാണ്. ഞാൻ അവിടെ നിന്ന് കാലത്ത് 3:45 അണിച്ച് കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തൃശ്ശൂർ 6:15 6:20 വണ്ടി കയറി. അത്രയും ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നേരത്തെ എത്തിയിട്ടുണ്ടാവും. അത് എൻ്റെ പേരിൽ തെറ്റ്, സോറി. അത് വണ്ടിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ചപ്പാത്തി കൊണ്ടുപോയിട്ട് രാവിലെ വെളുപ്പിന് അവിടെ പോയിരിക്കും. അതേപോലെ നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, തിരുവനന്തപുരമൊക്കെ പോയിട്ട് കാക്ക പോലും കരയാത്ത സമയം ജിമ്മിനും എക്സസൈസിനും പോണ ആൾക്കാർ മാത്രം അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ എത്തും. അത് എവിടെ പോകണേ അങ്ങനെയാണ്. അതെ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ മാത്രം ജോലിക്ക് പോയിട്ടാണോ ഈ വരുമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകുന്നത്? അച്ഛനും പോകുന്നുണ്ട്, അമ്മയും പോകുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ? അച്ഛൻ, അമ്മ, ഉണ്ണിക്കണ്ണൻ? 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കല്യാണം കഴിച്ചു. ഏതുവരെ പഠിച്ചു? ഞാൻ 4 വരെ. അതെന്താ നിർത്തിയ? 4 പിന്നെ ഓരോ സാഹചര്യം ഓരോ ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട്. വീട്ടിൽ ബുദ്ധിമുട്ടാണോ? വിജയുടെ ഒരു കട്ട ആരാധകനാണെന്നാ പറയുന്നത്. വിജയുടെ ഒരു 5 മൂവി പറയോ? തെറി, ബിഗില്, പിന്നെ ഗോട്ട്, പിന്നെ തുപ്പാക്കി, പിന്നെ തിരുപ്പാച്ചി, പിന്നെ മിർസല്. പുതിയത് ഏതെങ്കിലും 5 ഇതൊക്കെ പഴയതല്ലേ? പുതിയത് 5 അത് പോരെ ചേച്ചി, പുതിയതെല്ലാം ഇതല്ലേ ചേച്ചി. ഇപ്പൊ പുതിയതും പഴയതൊക്കെ അതിലുണ്ടല്ലോ ചേച്ചി. ഇപ്പൊ വിജയിനെ കാണണമെങ്കിൽ വിജയുടെ ഡയറക്ടറിനെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ പുള്ളിയോട് തമിഴിൽ എന്താ പറയാനുള്ളത്? സാർ വണക്കം സാർ, വിനു സാർ, என் பேர் உன்னிக்கண்ணன், வீடு வந்து கேரளா சார். எனக்கு தமிழ் மூவி நடிக்க ரொம்ப பிடிக்கும் சார். இப்போ நான் கேரளாவில் பெரிய பெரிய படங்களில் சின்ன வேஷம் நடிச்சிருக்கேன். எனக்கு தமிழ் படம் நடிக்க ரொம்ப பிடிக்கும். இப்போ விஜய் சார் ராஷ்ட்ரீயத்தை இறங்கியது கொண்டு தான் நான் ஃபோட்டோவில் தூக்கி நீங்களெல்லாம் பார்த்துருக்குன்னு நினைக்கிறேன். பிஸியாக இருப்பேன். அதனால எனக்கு அவர் கூட என்ன ஸ்க்ரீனில் எனக்கு பின்னாடி நிற்கிறத ஒரு வாய்ப்பு கொடுக்கும் சார். ஒரு தம்பி போல இருந்துச்சு. இந்த முடி வளர்த்து இது 7 வருஷம் வச்சு இந்த தாடி இதெல்லாம் தாடியெல்லாம் ஒரு கொஞ்சம் இவ்வளோதான் வளருള്ളൂ சார். சில ஆளுகளுக்கு ரொம்ப இதாகுவேன். അപ്പോൾ ഒരു തമ്പി പോലെ നനച്ച്
எனக்கு இந்த படத்தில் ஒரு சின்ன ஒரு வாய்ப்பு விஜய் சார் ஸ்க்ரீனில் பின்னாடி நிற்கிறதுக்கு அது எனக்கு வினோദ് സാർ ഒരു തമ്പി പോലെ നനച്ചൊരു ഉദവുണ്ട് സാർ വിജയ് സാർ ഇത് பார்ക്കുകയാണെങ്കിൽ ഒരു തമ്പി പോലെ നനച്ചൊരു ഉദവുണ്ട് സാർ எனக்கு மற்றுள்ள ഭാഷയിൽ நடிக்கணும் இது பார்க்குற டைரக்டர் സംവിധായകർ നടീനടന്മാർ പ്രൊഡ്യൂസർ കൺട്രോളർ யாரும் கோப்பட வேணாம் எனக்கு மற்றுள்ள ഭാഷയിൽ நடிக்கணும் இப்போ ஒரு வீட்டில் அப்பா அம்மா தம்பி தங்கச்சி சித்தப்பா பெரியப்பா எல்லாரும் இருக்கும் அதை எல்லாரும் பிடிக்கிற மாதிரி எனக்கு எல்லாரும் பிடிக்கும் விஜய் சார் இந்த ராஷ்ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അപ്പോൾ ഇത് பார்க்குற ആളുകൾ അവർ മലയാളത്താ இருந்தாலும் யாரும் கோப்பட வேணாம் எனக்கு சினிமா நடிக்கிறத பிடிக்கும் அப்போ வினோദ് சார் என்ன ஒரு தம்பி പോലെ நினச்சி அந்த படத்தில் ஒரு வாய்ப்பு கொடுத்து சார் டயலாக் ஒன்றும் வேணாம் அந்த ஸ்க்ரீனில் பின்னாடி விஜய் சார்கிட்ட பக்கத்தில் நிற்கிறது ஒரு சீனாவது போகுது சார் ரொம்ப ஆசையான அது என்ன இந்த படத்திலாவது ஒரு வாய்ப்பு கொடுத்து ஒரு உதவுன்னு சார் ഓക്കെ വിജയിനോട് എന്താ പറയാനുള്ളത് ഇപ്പൊ നേരിട്ട് കാണുകയാണെന്ന് വിചാരിക്കുക വിജയിനോട് എന്താ പറയാനുള്ളത് விஜய் சார் வணக்கம் என் பேர் உன்னிக்கான வீடு வந்து பாலக்காடு நீங்கள் சிலப்போ நம்ம வீடியோ எல்லாம் பார்த்துருக்கோம் சார் உங்கள் ஸ்க்ரீனு பின்னாடி நிற்கிறதுக்கு ஒரு வாய்ப்பு சார் ஒரு தம்பி போல நினச்சி இந்த முடியெல்லாம் வளர்த்து ஒரு வேண்டுதலை போல இந்த தாடியெல்லாம் எனக்கு டயலாக் ஒன்றும் வேணும் சார் உங்கள் ஸ்க்ரீனு பின்னாடி அதான் என் வாழ்க்கையில் ஆசை சார் ஒரு தம்பி പോലെ നനച്ച് എനിക്ക് എല്ലാ ഭാഷയിലും പടം നടിക്കണം നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന കേൾവിപ്പെട്ട അതാണ് ஒரு உதவணும் சார் ஒரு தம்பி പോലെ நடிச்சு எனக்கு உங்கள் கூட பின்னாடி ஒன்று என்ன போதும் அதே போதும் என்ன ஒரு தம்பி പോലെ நடிச்சு ஹெல்ப் பண்ண நடிக்கிறது ரொம்ப பிடிக்கும் என்ன உங்கள் கூட எல்லா பாஷையிலும் நடிக்கணும்னு ஆசை எனக்கு தமிழும் மலையாளம் மட்டும்தானே நடிக்க தெரியும் மற்றுள்ள ഭാഷയിൽ നടിക്കണം உங்கள் கூட ஒரு படத்தில் உங்கள் സ്ക്രീനിൽ പിന്നാടി ഒരു തമ്പി പോലെ ഉതവണം എന്നെ വിജയിനെ കണ്ടിട്ടേ മുടി വെട്ടൂ എന്നാണ് പറയുന്നത് അതങ്ങനെയാണ് ഇത് എത്ര കാലം കഴിഞ്ഞാലും വിജയനെ കണ്ടിട്ടേ മുടി വെട്ടു അതങ്ങനെയാണ് കണ്ട് ഓൻ്റെ കാര്യമൊന്നും പറയണം പിന്നെ സിനിമയിൽ അഭിനയിക്കാതെ വിജയനെ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞാൻ പറയും ഡയലോഗ് ഒന്നും വേണ്ട നമുക്ക് എന്താണ് ഡയലോഗ് വേണോ അതാണ് ഒന്നും പറയില്ല ആ സ്ക്രീനിൻ്റെ ബാക്കിൽ ഞാൻ തിയേറ്ററിൽ എനിക്ക് കാണണം ഒരൊറ്റ സീനാണ് വിജയണ്ണൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരൊറ്റ സീനും മതി അതാണ് എൻ്റെ ആഗ്രഹം ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും വിജയനെ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റിയത് തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു ഇത് ഇറങ്ങിയിട്ട് വിജയണ്ണനെ കെട്ടിപ്പിടിച്ചില്ലേ അത് എന്താ പറയുക അത് ആ സമയത്ത് എന്താന്ന് എനിക്ക് പറയും വാക്കുകളില്ല അതൊരു ഭയങ്കര ഒരു ഇതായിരിക്കും അതിപ്പോൾ എല്ലാ നടന്മാരും കണ്ടല്ലോ അങ്ങനെ തന്നെ കേട്ടോ വിജയണ്ണനെ ഒന്ന് കാണാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആർക്കും എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റണോ ഒന്ന് ചെയ്ത് സഹായിക്കും ഓക്കെ ഉണ്ണിക്കണ്ണന്റെ വരുമാന മാർഗത്തിൽ നിന്ന് പകുതിയും പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയത് അത് ഞാൻ മാത്രമല്ല അത് വീട്ടിന്റെ അവിടെ ഉള്ളവരും പിന്നെ എടുത്തു പറയാനോ തിരുവനന്തപുരത്തുള്ള മൻസൂർ ഒരു രക്തബന്ധം പോലും ചെയ്യാത്ത ആരും ചെയ്യാത്ത പോലെ നമ്മളുടെ കൂടെ നിർത്തി അത് നമ്മളിപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടു പറയുമ്പല്ല നമ്മൾ എങ്ങനെ പണ്ട് ആ ചെളിക്കുഴി കിടന്നിട്ട് ഒന്നും ആകാത്ത സമയത്തും എന്നെ കൈപ്പിടിച്ച് കൂടെ നടന്ന് ഇന്നും അവൻ എൻ്റെ കൂടെ ഉണ്ട് എറണാകുളത്ത് കേക്ക് മുറിക്കാനും മുട്ടായി വാങ്ങാനും പൈസ തന്നു ഭക്ഷണം കൊടുക്കാൻ പൈസ തന്നു മൊബൈലിൽ കാശില്ലാണ്ട് റീചാർജ് വരെ ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ ചെന്നൈ പോകാനും പൈസ തന്നവനാണ് അത് നമ്മുടെ ഒരു ആത്മബന്ധം ഒരു സുഹൃത്തിൻ്റെ ഒരു ഇതാണ് അപ്പൊ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ സപ്പോർട്ടാണോ അതെ അതെ എല്ലാവരും 1-2 പേര് അങ്ങനെ മാത്രമേ ഉള്ളൂ ബാക്കി അവിടെ എല്ലാവരും അവിടെ ടീച്ചർമാർ പിന്നെ എന്താണ് ബാങ്ക് പിന്നെ അടുത്തുള്ള കട അങ്ങനെ കുറേ ആൾക്കാർ കൂട്ടുകാരും എല്ലാവരും വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും അച്ഛനും അമ്മയും പെങ്ങന്മാരെല്ലാവരും സപ്പോർട്ടാണ് പെങ്ങന്മാരുടെ കുട്ടികളും ഇപ്പോൾ അവരുടെ കുട്ടീനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണ് വീഡിയോ ഇടാണ്ട് ആൾക്കാരുടെ കമൻറ്റ് ഇപ്പോൾ ഒക്കെ കമൻറ്റൊക്കെ നന്നായി വന്നു അതിന് എല്ലാവർക്കും ഒരു നന്ദി നമസ്കാരമുണ്ട് മോശമായിട്ട് പറയാത്ത എല്ലാം എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതിന് അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിങ്ങളെ ഒരു കുടുംബത്തെ ഒരു മകനെ പോലെയും ഒരു അനിയനെ പോലെയും ഒരു ഏട്ടനെ പോലെയും എന്നെ നോക്കി ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതിൽ ഒരുപാട് നന്ദി ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് ദൈവത്തിൻ്റെയും നിങ്ങളുടെയും മാത്രം ഒരിതാണ് ബോഡി ഷേമിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇഷ്ടം പോലെ എന്താ പറയുന്നവര് ഈ തടിയുള്ളത് കൊണ്ട് എങ്ങനെ പണിക്കും എങ്ങനെ ഇതാന്നൊക്കെ പറഞ്ഞു ഇതേപോലെ വീട്ടിൻ്റെ അവിടെ അച്ഛനെ പണിക്ക് വിളിച്ചു അപ്പോൾ അച്ഛന് വേറെ പണിയുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണനെ വിട്ടാൽ മതി പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു ആ റോഡ് സൈഡിലെ പണി പറഞ്ഞു ശരി പറഞ്ഞു ഇല്ല ഞാനൊന്നും പോയില്ല അങ്ങനെ അവരൊരു ദിവസം ഒരു കനാലിൻ്റെ അവിടെ കനാല് പണി സൈഡ് കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ പണിയെടുക്കുമ്പോൾ അവരെന്നെ കണ്ടു അപ്പം ഞാനിപ്പുറത്ത് പണിയുക പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഞാനിപ്പുറത്ത് പണിയുക അവരപ്പുറത്ത് അവർ 8:30 ഇറങ്ങുമ്പോൾ 8:15 ഞാൻ പണി തുടങ്ങും അങ്ങനെ അവർ എൻ്റെ പണി കണ്ടിട്ട് അന്തം വിട്ടിട്ടുണ്ട് അവർ 2 മണിക്ക് 2:15 പണിക്ക് കയറുമ്പോൾ ഞാൻ 1:55 പണിക്ക് ഇറങ്ങും നമുക്കൊരു ഇതുണ്ടല്ലോ നമുക്ക് ആത്മാർത്ഥം ഒന്ന്
അവർ അന്ന് നമ്മളെ ഇതാക്കിയെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഇവർ നിർത്തുമ്പോൾ അതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ നമ്മളിതാവും. അപ്പോൾ നമുക്കൊരു വാശി എന്നല്ല, നമ്മൾ പണിയെടുക്കില്ല എന്ന് ഉണ്ണിക്കണ്ണനെ പണിയെടുക്കുന്ന ആളാണെന്ന് അവർക്ക് കാണിച്ചു. ഇപ്പം ആരും ഉണ്ടാറില്ല അങ്ങനെ പണിൻ്റെ കാര്യം, എല്ലാവരും വിളിക്കാറുണ്ട്. ഓക്കെ, കരയിപ്പിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയുക, കരയിപ്പിക്കുന്നവർ കരയിപ്പിച്ചോട്ടെ, ദൈവം അത് കാണാനുണ്ട്. ഇപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് പ്രൊപ്പോസ് ചെയ്യോ ഉണ്ണിക്കണ്ണനെ, ആളൊരു വിജയ് ഫാൻ അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ? ഇപ്പോൾ ഈ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വിജയണ്ണനെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു പെണ്ണ് വന്ന് വിജയ് സാറിന് ഇഷ്ടമല്ല എന്ന് ഒരിക്കലും പറയില്ല. അല്ല, പറയില്ല. സപ്പോസ് ഇപ്പൊ അങ്ങനെ പറയാണ്, ആൾക്ക് വിജയിനെ അല്ല ഇഷ്ടം, സൂര്യനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വരും. അത് അങ്ങനെ പറയണേ ആദ്യം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു പെൺകുട്ടീനെ കണ്ടാൽ നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല. പെൺകുട്ടി എന്താണെന്ന് അറിയണം. നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എനിക്കിഷ്ടമില്ല ഇഷ്ടപ്പെടേണ്ട പറയുമ്പോൾ നമ്മൾക്ക് അവരുടെ എങ്ങനെയെന്ന് സ്വഭാവ ഗുണവും ഇതൊക്കെ അറിയണം. പിന്നെ ഓരോരോ ആൾക്കാരിന് ഇഷ്ടമാണ്, അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വന്ന പെൺകുട്ടിനെ ഇത് പറയുമ്പോഴേക്കും നമ്മൾ കല്യാണം കഴിക്കണമെന്നില്ല. നമുക്ക് ആ പെണ്ണിനെ അറിയില്ല, പിന്നെ കുറേ മനസ്സിലാക്കണം സ്വഭാവ ഗുണം ഇതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്, ഒരാൾക്ക് ഓരോ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ചെറുപ്പിൽ ഇതുവരെയും തോന്നിയിട്ടില്ല? നമ്മളൊക്കെ ആരും നോക്കി തടിയും മണ്ണൊക്കെ വെച്ചിട്ട് ഈ തടിയുള്ളവരെ ആരും കെട്ടുന്നില്ലെന്നാണോ പറയുന്നേ? അങ്ങനെയുണ്ട്. പിന്നെ ഈ പണിക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ആരും നോക്കാറില്ല. ഏജ്, ബോഡി ഷേമിങ്, ഇതൊന്നും ഒരു ഫാക്റ്റ് അല്ല ഈ റിലേഷൻഷിപ്പിൽ. അത് ശരിയാണ്. നമ്മൾ ഇതുവരെ നോക്കുക അങ്ങനെ ആരും പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. ഇപ്പൊ അംബാനിയുടെ മോനെ എനിക്ക് തോന്നുന്നു ചേട്ടനേക്കാൾ കൂടുതൽ തടിയുണ്ട്. ആൾക്ക് കിട്ടിയേക്കുന്നത് ഒരു സുന്ദരി ഭാര്യനെയാണ്. അപ്പൊ ഈ തടിയിലൊന്നും ഒരു കാര്യമില്ല, കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഒരു പെണ്ണ് വന്നിട്ട് ഇപ്പൊ പ്രൊപ്പോസ് ചെയ്തിട്ട് വിജയിനെ ഇഷ്ടമല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ, അത് അപ്പോൾ ഉള്ള ആ പെണ്ണിനോട് പറയാനുള്ള മറുപടി എന്തായാലും? മറുപടി പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അവിയലാണ് ഇഷ്ടം, ചേച്ചിക്ക് ചിലപ്പോൾ കൂട്ടുകറി അല്ലെങ്കിൽ കാളനായിരിക്കും. അപ്പോൾ അത് അവരുടെ ഇഷ്ടം എന്താ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടം നമ്മൾ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് മാറ്റാനൊന്നുമില്ല, അത് അവരവരുടെ ഇഷ്ടമാണ്. അത് നമ്മൾ തിരുത്തി പറയേണ്ടതില്ല. ഇല്ല, അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് അവരുടെ ഇഷ്ടമല്ലേ, അത് നമ്മുടെ അല്ലല്ലോ. അപ്പോൾ അവർ അതാണ് പറഞ്ഞാൽ അത് ഓരോരോ, അത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. പ്രൊപ്പോസ് ചെയ്യാറിയാവോ? ഇല്ല. പ്രൊപ്പോസ് ചെയ്യോ? അത് ഇല്ലേ, അത് വേണ്ട. ജീവിതത്തിലേ ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പല ആൾക്കാരും എടാ നിനക്കൊന്നും ശരിയാകില്ലടാ, നീ പറഞ്ഞിട്ട് കാര്യമില്ല, പഠിപ്പും ബോധമില്ലാത്ത നിനക്ക് എങ്ങനെയാണ്, അങ്ങനെ വേദനിപ്പിച്ച് നെഞ്ചിൻ്റെ ഉള്ളിൽ മുറിവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവരങ്ങനെ പറഞ്ഞല്ലേ, മനസ്സ് വേദനിച്ചിരിക്കുമ്പോൾ നമ്മളെങ്ങനെ ആലോചിക്കണം, അവരങ്ങനെ പറഞ്ഞോട്ടെ, അത് അവരങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മുടെ വാശി, അവരങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് ദൈവമുണ്ട്. അപ്പം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ വേദന, കണ്ണീര് പലതും ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്ന് കൊതുക് കടിയും കൊണ്ടിരുന്ന് നമ്മുടെ ആഗ്രഹം എന്താണ് പറഞ്ഞാൽ അതിനെ മാത്രമായിട്ട് ഇത് ചെയ്യുക. അതിൻ്റെ ഇടയിൽ പണിക്ക് പോകണം, കുടുംബം നോക്കണം, എല്ലാം ചെയ്യണം. നമ്മുടെ എന്താ ആഗ്രഹം അതിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്ന, ഇപ്പോൾ പൗലോ കൊയ്ലോ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രകൃതി നമുക്ക് അത് ആത്മാർത്ഥമാണെങ്കിൽ അത് അവർ നമ്മുടെ മൊത്തം കൂടെ നിൽക്കും. അപ്പം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലവരും പ്രശ്നത്തിനും പലതും പറഞ്ഞാലും നമ്മുടെ വിചാരം നമ്മളെന്താ ഈ ജീവിതം ഒന്നുള്ളൂ. പലവരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജനിച്ച സമയത്ത് നമ്മൾ ഒന്നുമില്ലാണ്ടാണ്, അപ്പം മരിച്ചു പോകുമ്പോഴും നമ്മൾ ഒന്നുമില്ലാണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ നാലാൾ അറിയും നമ്മുടെ ആഗ്രഹം എന്താണ്, സിനിമയിൽ എന്താ പണി, അത് നമ്മൾ ഭംഗിയാക്കി ചെയ്യുക. നാലാൾക്കാരിനെ കൊണ്ട് മോശം പറയാതെ നല്ലത് പറയിപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്താ ആഗ്രഹം അത് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് പറ്റണത് എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ പണിക്ക് പോകുമ്പോൾ ഒരു 4 പേർക്ക് ഭക്ഷണം കൊടുക്കുക, നമുക്ക് അവർക്ക് പറ്റുന്നത് ഒരു ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് സന്തോഷമായിട്ട് ഈ ജീവിതത്തിൽ പോവുക. അല്ലാണ്ട് കുറേ മോശം പറഞ്ഞ് കുറേ അവരിനെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. അതുപോലെ എനിക്ക് ആദ്യം എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വിജയണ്ണനെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അത് നടന്നില്ല, വേറൊരു നടൻ വന്നു. അപ്പോൾ എന്നെ അറിയുന്ന ഒരാൾ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം, സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് പഠിപ്പും പേരുമില്ലാത്തവൻ എങ്ങനെ സിനിമയിൽ കിട്ടെ, അതുകൊണ്ട് ദൈവം, ഞാൻ അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചു. പഠിപ്പിലും വിദ്യാഭ്യാസത്തിലും അല്ല കാര്യം, കഴിവ്. പിന്നെ ഞാൻ കുറേ കരഞ്ഞു, പിന്നെ ദൈവത്തിനെ വിളിച്ചു. പിന്നെ എങ്ങനെ പോലും ഞാൻ പോയ പടത്തിലൊക്കെ എന്നെ കാണുമ്പോൾ ഡയറക്ടർമാരാണെങ്കിൽ കഥ എഴുതുന്നു, എനിക്ക് ആ പടത്തിൽ
എന്നെ കാണാനുള്ളൊരു ഇത് അവരെനിക്ക് തന്നു. അത് എല്ലാം ചെയ്ത എല്ലാ പടത്തിലും എനിക്ക് പറയാം, ഇന്ന പടത്തിൽ ഞാനുണ്ട്, മുഖത്ത് നോക്കി പറയാം, ആ സീനൊന്നും ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഇതാണ്. അതെന്തായാലും നടക്കും. എന്തായാലും നല്ലൊരു സീനിൽ വിജയുടെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. ജീവിതം എന്താ പഠിപ്പിച്ചേ? ജീവിതം പഠിപ്പിച്ചത് കുറേ കരയാൻ പഠിപ്പിച്ചു, കുറേ വേദനിപ്പിച്ചു കുറേ ആളുകൾ. അപ്പോഴൊക്കെ ഞാൻ കുറേ കരഞ്ഞു, റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കിടന്നു, ഒന്നും അതായില്ല. പക്ഷേ പിന്നെ ഞാൻ കണ്ടുമുട്ടി കുറച്ച് എന്താ പറയുക, രക്തബന്ധം സഹായിക്കാത്ത അതിനെയും വെച്ച് ഷിനോദേട്ടൻ പെരുമ്പാവൂരുള്ളത്. ആളുടെ കൂടെ പോയിട്ടാണ് ആൽബം ചെയ്തൊരു ഏകദേശം ഒരു ആൾ കുറേ ആൽബം ചെയ്തു, ഒരു 10, 50, 100 ആൽബത്തിൽ ഞാൻ പോയി വർക്ക് പ്രൊഡക്ഷൻ. അപ്പോൾ ആൾ പറഞ്ഞു, ആദ്യം ഞാൻ ആളെ ആൽബത്തിന് വിളിക്കുമ്പോൾ ചോദിച്ചു, ഉണ്ണിക്കണ്ണൻ അങ്ങനെ ആൽബം. അപ്പം ഞാൻ അറിയാണ്ട് ചോദിക്കും, എടുത്ത് വയ്ക്കും, ചേട്ടാ ഡയലോഗ് ഉണ്ടോ? അപ്പോൾ ആൾ ഇല്ല, ആൽബത്തിൽ നമുക്കറിയില്ല, പെട്ടെന്നൊരു ഡയറക്ടറിനെ കൊണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, ഇല്ല അത് ആൽബമാണ്, ഡയലോഗൊന്നും ഉണ്ടാവില്ല പറഞ്ഞു, ചെറിയ സീൻ അഭിനയിക്കുക പറഞ്ഞു. അങ്ങനെ ഞാൻ പെരുമ്പാവൂർ പോയി. അപ്പോൾ ആൾ പറഞ്ഞു ഭക്ഷണമൊക്കെ ഒന്ന് കൊടുക്കുക പറഞ്ഞു. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ റൂമിൽ പോയപ്പോൾ ആൾ പറഞ്ഞു, ഉണ്ണിക്കണ്ണ നീ സിനിമയെ അഭിനയിക്കാൻ വരുമ്പോൾ നീ എന്തെങ്കിലും ഒരു വർക്ക് നോക്കണം, നീ എൻ്റെ കൂടെ കൂട്. വർക്ക് നോക്കുമ്പോൾ വൈകിട്ട് ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്ന ആ സീൻ എടുക്കാൻ പറ്റി വീട്ടിൽ പോകണം, റൂമുണ്ടാകില്ല, പിന്നെ വൈകിട്ട് ഭക്ഷണത്തിൻ്റെ അപ്പോൾ പൈസ, അപ്പോൾ നീ ഞങ്ങളുടെ കൂടെ കൂട്. അപ്പോൾ പോകുമ്പോൾ നീക്ക് പൈസയായി, ഞങ്ങളുടെ കൂടെ റൂമും ഷൂട്ടിങ് എല്ലാം നടന്മാരും കാണാം. അപ്പോൾ അങ്ങനെയാണ് ഷിനോദേട്ടനിലേക്ക് എത്തിപ്പെടുന്നത്. ആദ്യം ഷിനോദേട്ടനെ കാണാൻ വരുമ്പോൾ എനിക്ക് ഒരു കീറിയ മുണ്ട് കൊടുത്തിട്ടാണ് പോയത്. എന്നിട്ട് എനിക്കൊരു 100 രൂപ എടുത്തു തന്നു. പിന്നെ അങ്ങനെ ഷിനോദേട്ടൻ്റെ കൂടെ കൂടി ആൽബങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്ന് പിന്നെ എൻ്റെ പേര് ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ അമ്മ എഴുതി കാണിച്ചു. പിന്നെ എന്താ പറയുക, രക്തബന്ധത എങ്ങനെയാണ് അതേപോലെയാണ്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഇട്ടെങ്കിൽ ആളുടെ ഭാര്യയാണെങ്കിൽ അമ്മയാണെങ്കിലും അലക്കി മടക്കി വയ്ക്കും. അതാരും ചെയ്യില്ല, അത് പറഞ്ഞിട്ടല്ല, അത് നമ്മളെ കൊണ്ടൊരു ഇഷ്ടം കൊണ്ടാണ് അവർക്ക്. ചേച്ചിയാണെങ്കിൽ അമ്മയാണെങ്കിലും ഷിനോദേട്ടനൊക്കെ ഒരു അനിയനെ പോലെ ഏത് ലൊക്കേഷനിൽ പോകണേ എന്നെ കൊണ്ടുപോകും. പിന്നെ എവിടെ പോകണമെങ്കിൽ കൊണ്ടുപോകും. വലിയ വലിയ AC റൂമിലൊക്കെ പോകുമ്പോൾ എന്നെ ഒരു അനിയനെ പോലെ കൂടെ കിടത്തും. ആരും അങ്ങനെയല്ല, അങ്ങനെ ആരും ചെയ്യില്ല. അങ്ങനെ എനിക്ക് കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടിയതൊക്കെ അത് അവരൊക്കെ എന്നെ ഒരു അനിയനെ പോലെ കൂട്ടു നിർത്തി. അങ്ങനെ കുറേ ഇതുണ്ട്. അതുപോലെ സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കാൻ പോകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും വിളിച്ചപ്പോൾ ഇവിടെ പാലക്കാട് കൊല്ലംകോട് ഒരു അയിലൂർ ചന്ദ്രേട്ടൻ പറയും, ആളും വിളിച്ചിട്ട് പോകും. അപ്പം പിന്നെ ഓരോ സെറ്റിൽ പോകുമ്പോൾ എന്നെ എല്ലാവരും ഈ തടിയും മണ്ണും കണ്ടിട്ട് കുറേ വേഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അവർ ഷിനോദേട്ടനൊക്കെ കുറേ മുണ്ട് വാങ്ങി തന്നിട്ടുണ്ട്, ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ വലിയ വലിയ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടും നമുക്ക് എന്താ ഭക്ഷണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ നമ്മൾ സുഹൃത്ത് ബന്ധത്തിൽ കൂടെയാണ് നമ്മളിങ്ങനെ വന്നത്. അതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, ഈ ദളപതിയുടെ ആരാധന എപ്പോൾ തുടങ്ങി? എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ട്, കുറേ നാളായി. പിന്നെ എല്ലാ സിനിമകളും കാണും. ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോഴാണ് വിഗലിൻ്റെ ഓഡീഷന് പോയി ലിയോൻ്റെ പോയിരുന്നു. അതെന്തോ സമയദോഷം കൊണ്ട് കിട്ടിയില്ല. എല്ലാത്തിനും ഒരു ഭാഗ്യമാണല്ലോ. ഇപ്പോൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഞാൻ രാജസ്ഥാനിലായിരുന്നു, ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്. അപ്പോഴാണ് എനിക്കൊരു തമിഴ് പടം വന്നത്. 36 ഡിസംബറിന് വലിയ പടമായിരുന്നു. അങ്ങനെ അത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എന്തോ കാര്യത്തിന് ഡേറ്റൊക്കെ മാറി അവസാനം പോയി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പെരുമാനി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം വരാണ്ട് എന്ത് വന്നാലും അത് നടക്കില്ല. വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോയല്ലോ, രാഷ്ട്രീയത്തെ വെറുക്കുന്നുണ്ടോ? ഇല്ല, അത് ഒരാൾ ഇഷ്ടമാണ്, അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അത് വിജയണ്ണനെ അത് ഇഷ്ടമാണെങ്കിൽ വിജയണ്ണൻ്റെ ഇഷ്ടം. അത് നമുക്ക് ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണം, അപ്പോൾ അത് ചേച്ചിൻ്റെ ഇഷ്ടമാണ്. അത് നമ്മൾ പറയേണ്ടത് ഇതില്ല, അത് അവരവരുടെ ഇഷ്ടമാണ്. എൻ്റെ ചേച്ചി ഈ വിജയിനോട് ആരാധന തോന്നാനുള്ള കാരണം ഓരോ മോട്ടിവേഷൻ, ഓരോ വാക്ക്, സിനിമ, അതൊക്കെ കണ്ടിട്ടുണ്ടേ. ആളുടെ അഭിനയം എല്ലാ പടവും ഇഷ്ടം അതേപോലെ തന്നെയാണ്. വിജയുടെ മൂവിയിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? ഉസ്പേത്തിന് അവർക്ക് ടുമ്മണ്ണും കടുപ്പേത്തിന് ഒരു കമ്മണ്ണും വരുന്ന വാഴക്ക ജമ്മെന്ന് പോവാ. ഒന്നേ ഉള്ളൂ, പറഞ്ഞ വീടുണ്ടോ? വേറെ ട്രെയിനിന്റെ എല്ലാവരും കേട്ടാ അത് കഴിഞ്ഞ് ട്രെയിൻ വേണ്ട. ട്രെയിനോ? ആ, ഒരു ട്രെയിനിന്റെ സംഭവം വന്നിട്ടുണ്ട്, അത് ഫുള്ള് ഇതാണ്. അത് പറഞ്ഞേ. റെയിൽവേ സ്റ്റേഷനില് അതല്ല, അതെങ്ങനെയാണ് പറയാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്, നനച്ച വണ്ടി കയറിയ നനച്ചിടത്തേക്ക് പോകാൻ മുടിയത്. அதுக்கு ஒரு நேரம் வரும், அந்த ட்ரெயின் வரணும், அதுக்காக பிளாட்ஃபார்மில் வெயிட் பண்ணோம். அப்போ தான் அந்த ட்ரெயின் வரும்போது தானே நம்மளை அந்த இடத்துக்கு போக முடியும்.
ഓക്കെ. ചേട്ടൻ വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പം? ഡയറ്റോ? ഡേറ്റ് ഉച്ചയ്ക്ക് ചിലപ്പോഴാണ് കഴിക്കുള്ളൂ കേട്ടോ. വൈകിട്ട് കഴിക്കും. പിന്നെ എനിക്ക് എല്ലാ പണിക്കും പോവാം. ശരീരം പണിക്ക് പോകാണ്ടിരുന്നാലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ. നാട്ടുകാരുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നും. ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു 10, 9, 10 മണി. പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാറില്ല. വല്ലപ്പോഴും തോന്നിയാൽ മാത്രം കഴിക്കുള്ളൂ. പിന്നെ വൈകുന്നേരം ചോറിനും. പിന്നെ എണ്ണപ്പലഹാരം, പഞ്ചസാര അങ്ങനെ ഇതൊക്കെ പൊതുവെ കുറവാണ്. തമിഴ്, മലയാളം അല്ലാണ്ട് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമോ? ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. തമിഴിൽ 2-3 ഡയലോഗ് പറയാമോ? ഏത്? എന്ത് പറയാൻ? തമിഴിൽ എന്ത്? വിജയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ്. കിരീടത്തുക്ക് എവളവാണേ കാണുറക്കണം, ആണ് അന്ത കണം തളക്കിറുക്ക കൂടാതെ. ഇപ്പോൾ വിജയുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മൂവിനെ പറ്റി അശ്വന്ത് കോക്ക് വളരെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഈ 5 പേരിലുണ്ടെങ്കിൽ ഇപ്പോൾ 5 പേരിലും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പം നമ്മളൊരു ഒരു അവിയൽ കഴിക്കണം. അപ്പം എല്ലാവർക്കും ഒരേ രുചി ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതേപോലെയാണോ, അത് ഓരോരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. 1000 കുടത്തിൻ്റെ വായി കേട്ട ഒരു മനുഷ്യൻ്റെ വായി കെട്ടാൻ പറ്റില്ല. അതേപോലെ ഓരോരോ ആൾക്കാരുടെ അഭിപ്രായം അത് അവരവരെന്താ പറയുന്നത് അതായിട്ട് അത് നമുക്ക് തിരുത്താൻ ഇതില്ല. അതൊക്കെ അവരവരുടെ ഒരു തന്നെ. ചേട്ടന്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും വിജയനെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം മലയാളം, തമിഴ് അല്ലാണ്ട് വേറൊരു മൂവിയിലേക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോവോ? ഞാൻ പോവും. എനിക്ക് എല്ലാ ഭാഷയിലും അഭിനയിക്കണം. തമിഴ്, മലയാളം മാത്രമല്ല, മറ്റുള്ള ഭാഷയിലും അഭിനയിക്കണം. അത് എന്താണ് പറഞ്ഞാലും ഞാൻ കഷ്ടപ്പെട്ടാൽ ഞാൻ ഭാഷ പഠിക്കും. അത് എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ആഗ്രഹം അതാണെങ്കിൽ നമ്മളത് കഷ്ടപ്പെട്ട് പഠിച്ചാലേ കാര്യമുള്ളൂ. ഇനി ഒരു ബിഗ് സ്ക്രീനിലേക്ക് നമുക്കും വിജയുടെ ഒപ്പം അടുത്ത് നിൽക്കാൻ പറ്റട്ടെ. എനിക്ക് പറയാൻ പറ്റണം നാളെ ഉണ്ണിക്കണ്ണനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അതെന്തായാലും നടക്കും. അടുത്ത് തന്നെ വിജയ് സാറിൻ്റെ കൂടെ പടം ചെയ്യും. അതിനുവേണ്ടി ഇത് കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിനോദ് സാർ, ഉമ്മ. അപ്പോൾ എനിക്ക് ഏതാவது ഒരു സിനിമ വേഷം ആ സ്ക്രീനിൽ പിന്നീട് നിൽക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ ബൈ.